ഹായ്, ഇന്ന് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കേക്കിലും ബ്രെഡിലും ഒക്കെ കിട്ടുന്ന ടൂട്ടി ഫ്രൂട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ടൂട്ടി ഫ്രൂട്ടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന പച്ച പപ്പായ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. പച്ച പപ്പായ 500 ഗ്രാം, പഞ്ചസാര 1 കപ്പ്, വെള്ളം 4 കപ്പ്, വാനില എസൻസ് 3/4 ടീസ്പൂൺ, ചുവന്ന കളർ 1 തുള്ളി, പച്ച കളർ 1 തുള്ളി, മഞ്ഞ കളർ 1 തുള്ളി. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 500 ഗ്രാം ഉണ്ട്. ഇനി നമുക്കിത് തൊലി കളഞ്ഞിട്ടെടുക്കാം. ഇപ്പം ഞാൻ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ ഈ വെള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ എടുത്ത് കളയുക കത്തി കൊണ്ട്. ഇതുപോലെ എല്ലാ പപ്പായയുടെ പീസിൽ നിന്നും ആ വെള്ള ഭാഗം എടുത്ത് കളയുക. ഇപ്പം ഞാൻ എല്ലാത്തിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കാൻ നോക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചാൽ മതി, കൂടുതൽ വേവിക്കരുത്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഏകദേശം പകുതി വേവാകും. പകുതി വേവാകുമ്പോൾ ഇത് സെമി ട്രാൻസ്പെറൻ്റ് ആവും. അതുവരെ മാത്രം വേവിച്ചാൽ മതി, കൂടുതൽ വേവിക്കരുത്. ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങിയാലും തീ ഓഫ് ചെയ്യരുത്. 5 മിനിറ്റ് കറക്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം തോരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര അലിയുന്ന വരെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പപ്പായ ഇതിൽ കിടന്ന് 20 മിനിറ്റ് വേവണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം വേവിക്കേണ്ടത്. അതായത് ഇത് 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ പാനി കുറുകി വരും. ഈ പാനി കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ നൂൽപ്പരുവ ആയോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയോ എന്ന് നോക്കണം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ പാനി കുറുകി വരും. ആ ടൈമിൽ തീ സിമ്മിലോട്ടാക്കുക. എന്നിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു നൂൽ പരുവ ആയോ എന്ന് ചെക്ക് ചെയ്യുക. പാനി ഇങ്ങനെ വിരലിൻ്റെ ഇടയ്ക്ക് വെക്കുക. എന്നിട്ട് വിരൽ മാറ്റുമ്പോൾ ഒരു നൂല് പോലെ നിൽക്കണം. ആ നൂല് പൊട്ടിപ്പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കുറുകി വരണം. കുറച്ചും കൂടെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇതുപോലെ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു നൂല് ഇങ്ങനെ പൊട്ടാതെ വരണം. ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെ വന്ന ഉടനെ തീ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ അത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കഴിഞ്ഞാൽ പിന്നെ 2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവും. അതായത് 2 നൂല് ഇങ്ങനെ വെക്കുമ്പോൾ വരും. അങ്ങനെ ആവരുത്. ഇങ്ങനെ കണ്ടാൽ ഉടനെ തീ ഓഫ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സിമ്മിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇത് 3 പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് 3ആയിട്ട് ഭാഗിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ പച്ച കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തുള്ളി കളർ ചേർത്താൽ മതി, കൂടുതൽ ഒഴിക്കരുത്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചുവന്ന കളർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ 3 കളറും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം കളറും പഞ്ചസാരയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായയുടെ പീസ് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടവലിലോട്ടോ
ഒരു പേപ്പറിലോട്ടോ ഇട്ട് കൊടുക്കുക. ഇതിൽ കൂടുതൽ നിൽക്കുന്ന വെള്ളത്തിൻ്റെ അംശം പേപ്പറും ടവലും ഒക്കെ വലിച്ചെടുക്കും. നമ്മൾ പല കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഇടുമ്പോൾ ദൂരെ ദൂരെ മാറ്റിയിടാൻ നോക്കുക, അല്ലെങ്കിൽ കളറൊക്കെ പടർന്നു പിടിക്കും. ഇപ്പം ഞാൻ 3 കളറും ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് 1-2 ദിവസം എടുക്കും ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം വെള്ളമൊന്നും ഇല്ലാതാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്താലും കളറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവത്തില്ല. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ചുവന്ന കളറിന് പകരം ബീട്രൂട്ടിൻ്റെ ജ്യൂസും മഞ്ഞ കളറിന് പകരം കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ച കളറിന് പാലക്കിൻ്റെ ജ്യൂസ് അതൊക്കെ ചേർത്ത് കൊടുത്താൽ കളർ കിട്ടും. ഇല്ലെങ്കിൽ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.